നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഒരു പ്രവാസി എന്നുള്ള നിലയ്ക്ക് പ്രവാസികൾക്ക് ഏറ്റവും വലിയ സന്തോഷം നൽകുന്ന ഒരു വാർത്ത പുറത്തു വന്നിരിക്കുകയാണ്. നീണ്ട 34 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ആ മനുഷ്യൻ കേരളത്തിൽ കാലുകുത്തുന്നു. ഉമ്മയെ കെട്ടിപ്പിരിച്ചു കരയുന്നു. റഹീം എന്നുള്ളൊരു പേര് ഇന്ന് ഓരോ മലയാളികൾക്കും സുപരിചിതമാണ്. അതായത് കേരളത്തിലുള്ള, ഇന്ത്യയിലുള്ള എല്ലാ ആളുകൾക്കും വേണ്ടി പ്രവർത്തിക്കുന്ന പ്രവാസികൾ. ഒരുപക്ഷെ നമ്മുടെ രാജ്യത്തെ പോലും നിലനിർത്തുന്നത് ഈ പ്രവാസികൾ അയക്കുന്ന പണം, അതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന സമ്പത്ത്, അതൊക്കെ കൊണ്ട് തന്നെയാണ്. അത്തരത്തിൽ ഒരു കുടുംബ ജീവിതം സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ, ഒരു ജീവിതായുസ് മുഴുവൻ പ്രവാസ ലോകത്ത് കഴിയുന്ന പ്രവാസികൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ ഞങ്ങളുണ്ട് കൂടെ എന്ന് തെളിയിക്കുന്ന തരത്തിലായിരുന്നു റഹീമിനെതിരെ ഒരു കേസ് വന്നപ്പോൾ കേരളത്തിലെ മനുഷ്യർ ഓരോരുത്തരും ഒന്നടങ്കം ഒറ്റക്കെട്ടായി നിന്നത്. അങ്ങനെ വലിയ പ്രയത്നത്തിനൊടുവിൽ വർഷങ്ങൾക്ക് ശേഷം റഹീം ഇപ്പോൾ കാലുകുത്തിയിരിക്കുകയാണ് കേരളത്തിൽ. ഉമ്മയെ കെട്ടിപ്പിടിച്ചു കരയുന്ന സന്തോഷമായിട്ടുള്ള മണിക്കൂറുകളാണ് സോഷ്യൽ മീഡിയയിൽ നിറയെ. കാത്തിരിപ്പുകൾക്കൊടുവിൽ ഉമ്മയ്ക്കരികിലേക്ക് റഹീം എത്തിക്കഴിഞ്ഞു. ജീവിതം മാറ്റി എഴുതിയിട്ടുള്ള കൈപ്പിഴ അത് തന്നെയാണ് റഹീം എന്നുള്ള പേര് കേൾക്കുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ഓർമ്മ വരിക. ലോക മലയാളികൾ ഒത്തുപിടിച്ച കാത്തിരുന്ന ആ ഒരു മണിക്കൂറുകളായിരുന്നു ഇന്ന് സംഭവിച്ചത്. 34 കോടി രൂപ കെട്ടിവെച്ച് സൗദിയിൽ തടവിൽ കഴിഞ്ഞിരുന്ന റഹീമിന് പൊതുജീവിതം ലഭിച്ചിരിക്കുന്നു. പ്രാർത്ഥനകളെല്ലാം സഫലമായിരിക്കുന്നു. 2 പതിറ്റാണ്ടിൻ്റെ ജയിൽവാസത്തിന് ശേഷമാണ് അബ്ദുൾ റഹീം ഇപ്പോൾ കേരളത്തിൽ ജന്മനാട്ടിൽ തൻ്റെ ഉമ്മയ്ക്ക് മുൻപിൽ എത്തി നിൽക്കുന്നത്. കോടാമ്പുഴയിൽ എങ്ങും സന്തോഷ കണ്ണീരെന്ന ഒറ്റവാക്കിൽ പറയാൻ പറ്റുന്ന ഒരു വാർത്ത. നീണ്ട 20 വർഷത്തെ കാത്തിരിപ്പിനു ശേഷമാണ് ജന്മനാട്ടിലേക്ക് റഹീം കുറ്റവിമുക്തനായി എത്തിയിരിക്കുന്നത്. ലോക മലയാളികൾക്ക് നന്ദി എന്ന് അദ്ദേഹം പറയുമ്പോൾ ആ ഒരു വാക്ക് മതി കേരളത്തിലെ മനുഷ്യർക്ക് സന്തോഷവും ആനന്ദവും ലഭിക്കാൻ. സഹായിച്ചവർക്ക് നന്ദി എന്നും ഈദ് മുബാറക് ആശംസകളും നേർന്നുകൊണ്ടായിരുന്നു ഇന്ന് റഹീം മാധ്യമങ്ങൾക്ക് മുമ്പിലെത്തിയത്. ഉമ്മയെ കെട്ടിപ്പിടിച്ച ശേഷം വികാരാതീതനായിട്ടായിരുന്നു റഹീമിന്റെ വാക്കുകൾ. സഹായിച്ച എല്ലാവർക്കും നന്ദി എന്ന് റഹീമിന്റെ സഹോദരൻ കഴിഞ്ഞ ദിവസം നസീർ പ്രതികരിച്ചിരുന്നു. സൗദി ജയിലിൽ കഴിഞ്ഞ 2 പതിറ്റാണ്ടോളം ജയിലിൽ കഴിഞ്ഞ ആ ഒരു വേദന എല്ലാം ഈ ഒരു നിമിഷത്തിൽ അയാൾ മറന്നു, അല്ലെങ്കിൽ അയാൾക്ക് സന്തോഷത്തിൽ മറക്കേണ്ടി വന്നു. ബലിപെരുന്നാളിന് മുമ്പ് എത്താൻ കഴിയുമെന്നായിരുന്നു പ്രതീക്ഷയെങ്കിലും കുറച്ച് വൈകിയെങ്കിൽ പോലും എല്ലാവർക്കും നന്ദിയും സ്നേഹവും നൽകുന്നു എന്നാണ് റഹീമിന്റെ സഹോദരനടക്കം കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത്. 20 വർഷം മുമ്പ് ഡ്രൈവർ ജോലിക്കായി സൗദിയിലേക്ക് പോയതാണ് റഹീം. സ്പോൺസർമാരുടെ ഭിന്നശേഷിക്കാരനായിട്ടുള്ള മകൻ മരിക്കാനിടയായ സംഭവത്തിൽ പിന്നീട് അപ്രതീക്ഷിതമായിട്ട് റഹീം ജയിലിൽ അകപ്പെടുകയായിരുന്നു. മനഃപൂർവ്വമല്ലാത്ത കൈപ്പിഴയായിരുന്നു അപകട കാരണം എന്നത് വ്യക്തമായിട്ട് പോലും റഹീം വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു. എന്നാൽ ലോക മലയാളികൾ ഒന്നടങ്കം കൈകോർത്ത് സമാഹരിച്ച 34 കോടി രൂപ ദയാധനമായിട്ട് നൽകിയതോടെ വധശിക്ഷയിൽ നിന്ന് റഹീം രക്ഷപ്പെടാൻ അനുയോജ്യനായി. ഇതിനു പിന്നാലെ റിയാദിലെ ക്രിമിനൽ കോടതി റഹീമിന് സൗദി പൊതുനിയമപ്രകാരം തടവു ശിക്ഷ പൂർത്തിയാക്കണമെന്നുള്ള വിധി നൽകുകയായിരുന്നു. ബോബി ചെമ്മണ്ണൂർ ഉൾപ്പെടെയുള്ള നിരവധി ബന്ധുക്കളും സുഹൃത്തുക്കളും ചേർന്നാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ തിരിച്ചുവരവിന് അദ്ദേഹത്തെ കാണാൻ കരിപ്പൂർ വിമാനത്താവളത്തിലേക്ക് എത്തിയത്. അവിടെ എത്തിയ എല്ലാവരും ഹൃദയം നിറഞ്ഞ് റഹീമിനെ സ്വീകരിച്ചു. പുലർച്ചെ റിയാദിൽ നിന്ന് എയർ ഇന്ത്യ വിമാനത്തിലാണ് റഹീം എത്തിയത്. വലിയ പെരുന്നാൾ ദിനത്തിലാണ് അദ്ദേഹം സ്വന്തം നാട്ടിലേക്ക് കാലുകുത്തിയതെന്നത് വിശ്വാസികൾക്കും വളരെയധികം സന്തോഷം നൽകുന്നൊരു കാര്യമാണ്. കോഴിക്കോട് രാമനാട്ടുകര കോടാമ്പുഴയിലെ തറവാട് വീടായ സീനത്ത് മൻസിലിലേക്കായിരുന്നു റഹീം നേരെ എത്തിയത്. സൗദി സമയം ബുധനാഴ്ച രാത്രി 11:55 റിയാദിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യ എക്സ്പ്രസിൽ രാവിലെ 7:35 കേരളത്തിലേക്ക് അദ്ദേഹം കരിപ്പൂരിലേക്ക് എത്തുന്നത്. വധശിക്ഷ കേസിൽ മോചനം നേടിയതിന് ശേഷമായിരുന്നു ഈ മടക്കയാത്ര. ദിയാദനം നൽകിയതിനെ തുടർന്ന് 2024 അദ്ദേഹത്തിന് ഒരു പുതിയ ജീവൻ ലഭിക്കുമെന്നുള്ള ഉത്തരവ്, അല്ലെങ്കിൽ ഒരു പ്രതീക്ഷ ലഭിക്കുന്നത്. പരേതനായ മച്ചുലകത്ത് മുഹമ്മദ് കുട്ടിയുടെയും ഫാത്തിമ യുടെയും ഇളയ മകനായ അബ്ദുൾ റഹീം 2006 നവംബർ 28 ഈ സംഭവം, ഈ കേസിനാസ്പദമായിട്ട് കുടുങ്ങുന്നത്. നാട്ടിൽ ഒരു സ്വകാര്യ സ്കൂൾ വാഹനത്തിന് ഡ്രൈവർ ആയിരിക്കെയായിരുന്നു മികച്ച ജീവിതം സ്വപ്നം കണ്ടുകൊണ്ട് റഹീം സൗദിയിലേക്ക് കരകയറിയത്. ജോലിയിൽ കയറി ഒരു മാസമാകും മുമ്പ് തന്നെ സ്പോൺസർമാരായിട്ടുള്ള സൗദി പൗരൻ്റെ
മകൻ്റെ മരണം സംഭവിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട കേസിൽ ഡിസംബർ 24-ന് ഇയാൾ അറസ്റ്റിലാകുകയായിരുന്നു. ഇതേ തുടർന്ന് റിയാദ് ഇസ്കാനിലെ ജയിലിലായിരുന്നു റഹീം. അറസ്റ്റിലാകുമ്പോൾ 26 വയസ്സ് മാത്രമായിരുന്നു റഹീമിൻ്റെ പ്രായം. സ്പോൺസർമാരായ സൗദി പൗരൻ ഫായിസ് അബ്ദുള്ള അബ്ദുറഹിമാൻ അൽ ഷഹ്രിയുടെ ആരോഗ്യ പ്രശ്നമുള്ള 15-കാരനായിട്ടുള്ള മകൻ അനസ് അൽ ഷഹ്രിയുടെ ശരീരത്തിൽ ഘടിപ്പിച്ച യന്ത്രത്തിലെ റഹീമിൻ്റെ കൈ അബദ്ധത്തിൽ തട്ടുകയും ബോധരഹിതനായ കുട്ടി പിന്നീട് മരണപ്പെടുകയും ചെയ്തു എന്നായിരുന്നു നീതിപീഠനത്തിന് മുൻപാകെ റഹീമിന് വേണ്ടി നൽകിയ അപേക്ഷയിൽ അവർ പറഞ്ഞത്. മനഃപൂർവ്വമല്ലാത്ത കഴിപ്പിഴയാണ് സൗദി ബാലന്റെ മരണത്തിന് കാരണമായത് എങ്കിലും വിചാരണയ്ക്കൊടുവിൽ 2012-ൽ റഹീമിന് വധശിക്ഷ വിധിക്കപ്പെടുകയായിരുന്നു. വധശിക്ഷ വിധിക്കപ്പെട്ട് 18 വർഷം പിന്നിടുമ്പോൾ 34.35 കോടി രൂപ നൽകിയാണ് സൗദി കുടുംബം ഇയാൾക്ക് മാപ്പ് നൽകിയത്. 2024 ജൂലൈ 2-ന് വധശിക്ഷ റദ്ദാക്കി. എന്നാൽ 20 വർഷം തടവ് ശിക്ഷ പൂർത്തിയാകണമെന്നാണ് കോടതിയുടെ ഉത്തരവിൽ വ്യക്തമാക്കിയിരുന്നത്. അദ്ദേഹത്തിന്റെ വധശിക്ഷ റദ്ദു ചെയ്തിരുന്നു. റഹീമിൻ്റെ മോചനത്തിനായി 34 കോടി രൂപ സമാഹരിച്ച മലയാളികൾക്ക് അവരുടെ സന്തോഷം ഇരട്ടിയാകുന്ന നിമിഷമാണ് എന്തായാലും ഇപ്പോൾ. റഹീം ഉമ്മയ്ക്കരികിൽ എത്തിയിരിക്കുകയാണ്. നമ്മൾ ഫോട്ടോയിൽ കാണുന്ന ഒരാളെ അല്ല റഹീം എന്ന് വ്യക്തമാകുന്ന തരത്തിലാണ് റഹീമിൻ്റെ ഒരു തിരിച്ചുവരവ്. അവിടുത്തെ ജയിലിലാണെങ്കിലും ഒരു തടിച്ച് നല്ലൊരു സുന്ദരക്കുട്ടപ്പനായിട്ടാണ് റഹീം വന്നത് എന്നും പറയേണ്ടതുണ്ട്. എന്തായാലും ആ ഉമ്മയ്ക്ക് മുൻപിൽ ആ ഒരു നിമിഷം, ആ ഒരു ചിത്രം, അത് വളരെ വലിയ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം മരിക്കും മുമ്പെങ്കിലും തൻ്റെ മോനെ ഒരു നോക്ക് കാണണമെന്ന് ആഗ്രഹിച്ച ആ ഒരു ഉമ്മയുടെ സ്വപ്ന സാഫല്യമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്.